പോകാം. മലപ്പുറം ജില്ലയിൽ നിപ്പ വൈറസ് മരണം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 24 വയസ്സുകാരന് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതുവരെ 151 പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. 4 സ്വകാര്യ ആശുപത്രികളിൽ യുവാവ് ചികിത്സ തേടിയിട്ടുമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുകയാണ്. റിനു ശ്രീധർ, മുബഷീർ പി അക്ബറിലേക്ക് നമുക്ക് വരാം. റിനു, ഇപ്പോൾ ഔദ്യോഗികമായി പുനെയിലെ ഫലവും പോസിറ്റീവായിരിക്കുകയാണ്. അപ്പോൾ പുനെയിലെ ഫലം പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒരു ആശങ്കയിലേക്ക് പോകേണ്ട ഘട്ടമാണ് എന്ന് തന്നെയല്ലേ ആരോഗ്യമന്ത്രി പറയുന്നത്? സംസ്ഥാനത്ത് ഒരു നിപ്പ കൂടി അല്ലെങ്കിൽ ഒരു നിപ്പ മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിലാണ് സ്ഥിരീകരിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 24 വയസ്സുകാരൻ മരണപ്പെട്ടതിന്റെ സംശയം നിപയാണെന്നുണ്ടായിരുന്നു. തുടർന്നാണ് പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാമ്പിൾ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരുന്നത്. ആ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് പോസിറ്റീവ് ആയിരിക്കുന്നു, നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ യുവാവ് കഴിഞ്ഞ ദിവസം മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു പരിശോധന ഉണ്ടായത്. ഈ പരിശോധനയിലാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാനം മുഴുവനായി തന്നെ അതീവ ജാഗ്രതയിലാണ്. ഒപ്പം നമുക്കറിയാം, നേരത്തെ തന്നെ 151 പേർ സമ്പർക്ക പട്ടികയിലുണ്ട് ഈ യുവാവുമായി. അതുകൊണ്ട് തന്നെ ഇവരെ നിരീക്ഷണത്തിൽ പോകുവാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. മലപ്പുറം നടുവത്താണ് ഈ യുവാവിന്റെ വീട് എന്നുള്ളതാണ്. എന്തായാലും സമ്പർക്ക പട്ടിക വിപുലീകരിച്ച് കൃത്യമായിട്ടുള്ള മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. 2 പേർക്ക് രോഗലക്ഷണം നിലവിലുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക്, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രത്യേകം ഐസൊലേറ്റ് ചെയ്ത വാർഡുകളിലേക്ക് മാറ്റി. ശരി, നമുക്ക് മലപ്പുറത്തെ സാഹചര്യം ഒന്ന് നോക്കണം. ഞാനൊന്ന് മുബഷീറിലേക്ക് പോകുന്നു. റിനു, മുബഷീർ പി അക്ബർ, നിപ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിപ്പോൾ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഏറ്റവും അടുത്ത് കോൺടാക്ട് വന്നിട്ടുള്ള എത്ര പേരുണ്ട്? അതെല്ലാം വേർതിരിച്ച് അവർക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ചികിത്സ നൽകണം. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട എത്ര പേരുണ്ട്? മുബഷീർ, അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് സുജയ. നിലവിൽ തിരുവാലി പഞ്ചായത്തിൽ ആ നിലയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ 151 പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. ബാക്കിയുള്ള റൂട്ട് മാപ്പ് ഉൾപ്പെടെ തയ്യാറാക്കി വരികയാണെന്നുള്ളതാണ് തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കുന്നത്. ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയായിരുന്നു കഴിഞ്ഞ ദിവസം മരിച്ച 24 വയസ്സുകാരൻ. 4 സ്വകാര്യ ആശുപത്രികളിലാണ് ഈ ഒരു യുവാവ് ചികിത്സ തേടിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലകളിലുള്ള സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സ തേടിയത്. ഏറ്റവും ഒടുവിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അവിടെ നിന്നായിരുന്നു സ്രവ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരുന്നത്. കോഴിക്കോടായിരുന്നു പിന്നീട് സംസ്ഥാന തലത്തിലുള്ള പരിശോധനയിൽ നിപ്പയാണെന്ന് സ്ഥിരീകരിക്കുകയും പിന്നീട് ഇന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലത്തിൽ ഔദ്യോഗികമായി തന്നെ അത്തരമൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവരുടെ എല്ലാവരുടെയും തന്നെ വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഐസൊലേഷനിലുള്ള 5 പേർക്ക് ചില ലഘുവായ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പ്രാദേശിക ഭരണകൂടവും വ്യക്തമാക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അപൂർവമെങ്കിലും അണുബാധ സാധ്യതയുള്ള എല്ലാവരെയും കോൺടാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ മലപ്പുറം DMOയോട് സംസാരിക്കുമ്പോഴും അവർ വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ തിരുവാലി പഞ്ചായത്തിലെത്തി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ DMOയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരും. നേരത്തെ ഈ മരണമടഞ്ഞ യുവാവിന്റെ വീട്ടിൽ ഉൾപ്പെടെ DMO സന്ദർശനം നടത്തിയിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഈ 2 പേരാണ് നിലവിൽ ലക്ഷണങ്ങളോടുകൂടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. തിരികെ എത്താം. നമുക്ക്